പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പുസ്തകോത്സവത്തിൽ രോഗവും സാഹിത്യവും എന്ന ഒരു വിഷയാവതരണത്തിനായി എത്തിയിട്ടുള്ളത്. സത്യത്തിൽ ഇങ്ങനെയൊരു വിഷയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഭാരവാഹികൾ തന്നെയാണ് നിർദ്ദേശിച്ചത്. ഞാൻ നിർദ്ദേശിച്ച ഒരു വിഷയമല്ല. അതിനെ കുറേ അത്ഭുതപ്പെടുത്തുകയും അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ രോഗവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പഠനങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കോ ലിറ്റററി ക്രിറ്റിസിസം, വൈദ്യാധിഷ്ഠിത സാഹിത്യ പഠനങ്ങൾ പാശ്ചാത്യ സാഹിത്യത്തിൽ വളരെ ശക്തമായ ഒരു സാഹിത്യ സരണികളിലൊന്നാണ് മെഡിക്കോ ലിറ്റററി ക്രിറ്റിസിസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. വളരെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല അത് പൊതു സാഹിത്യ ആസ്വാദന മേഖലയിൽ മാത്രമല്ല, വൈദ്യലോകത്തും ഈ മെഡിക്കോ ലിറ്റററി ക്രിറ്റിസിസം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രശസ്തമായ വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ആരംഭിക്കുന്നുണ്ട് ഔപചാരികമായിട്ട്. അത് സാഹിത്യം എന്നല്ല, ഹ്യൂമാനിറ്റീസ് എന്നാണ് പറയുന്നത്. സാഹിത്യം, അതുപോലെ തന്നെ ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇതെല്ലാം ചേർന്നുള്ള വൈദ്യശാസ്ത്ര സാഹിത്യ പഠനങ്ങൾ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്, ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. യാദൃച്ഛികമായിട്ടാണെങ്കിലും അതിലെ ഏറ്റവും ശ്രദ്ധേയവും ആദ്യവുമായി ആരംഭിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഹ്യൂമാനിറ്റീസ്, അത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലാണ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട്. അതിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചത് ഒരു കേരള ബന്ധമുള്ള അബ്രഹാം വർഗീസാണ്. ഡോക്ടർ അബ്രഹാം വർഗീസിനെ കുറിച്ച് പിന്നീട് നമ്മുടെ ഈ പ്രഭാഷണത്തിൽ പറയേണ്ടി വരും. അബ്രഹാം വർഗീസ് എന്ന ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി നോക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ എബ്രഹാം വർഗീസാണ് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് ടെക്സാസ് സർവകലാശാല ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ അമേരിക്ക മാത്രമല്ല, ബ്രിട്ടനിലും അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും എല്ലാമുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ മെഡിക്കോ ലിറ്റററി ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറിയിട്ടുണ്ട്. മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ അതിൻ്റെ തീയതി നോക്കിയപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഞാൻ ധരിച്ചിരുന്നത് കെ പി അപ്പൻ്റെ സാറിൻ്റെ രോഗവും സാഹിത്യ ഭാവനയും ആയിരിക്കാം ഒരുപക്ഷെ ഈ വിഷയത്തിൽ മലയാളത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് 2004 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 2002 ആലീസിൻ്റെ അത്ഭുത രോഗം എന്ന പേരിലൊരു പുസ്തകം ഞാൻ DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരുന്നു. 2002 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അത് പ്രധാനമായിട്ടും വിശ്വസാഹിത്യത്തിലെ ഈ ലേറ്റ് എനിക്ക് ശരിയാകത്തില്ല കേട്ടോ, വിശ്വസാഹിത്യത്തിലെ 6 പ്രത്യേകിച്ച് മലയാളികൾക്കേറെ പരിചിതമായ കൃതികളുടെ ഒരു വൈദ്യശാസ്ത്ര വായനയാണ് ആ പുസ്തകത്തിൽ നടത്തിയിട്ടുള്ളത്. ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും, അതുപോലെ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന പുസ്തകം, പിന്നെ ഷെർലോക്ക് ഹോംസ് കഥകൾ, ദസ്തോയെവ്സ്കി തൊട്ട് ചെക്കോവ് വരെയുള്ള, തീർച്ചയായിട്ടും മാർക്യൂസിൻ്റെ കോളറ കാലത്തെ പ്രണയമടക്കമുള്ള 6 പുസ്തകങ്ങളുടെ ഒരു വൈദ്യശാസ്ത്ര വായനയാണ് അതിൽ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ അത് ലിറ്റററി ന്യൂറോളജിക്കൽ സിൻഡ്രോംസ് എന്നുള്ള പേരിൽ ഒരു ന്യൂറോ കോൺഫറൻസിന് ഞാൻ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ പിന്നീട് മലയാളത്തിൽ പുസ്തകരൂപത്തിലാക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഡോക്ടർമാരെ ലക്ഷ്യമാക്കിയിട്ടാണത് പുസ്തകം രചിച്ച് ആ പ്രബന്ധം അവതരിപ്പിച്ചത്. ഈ സാഹിത്യകൃതികളിലെ പ്രധാനമായിട്ടും രോഗങ്ങൾ മാത്രമല്ല, നാഡീവ്യൂഹ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൻ സാറിൻ്റെയൊക്കെ പുസ്തകത്തിൽ സത്യത്തിൽ മലയാളത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തെന്ന് പറയുന്നത് സൂസൻ സോണ്ടാഗിൻ്റെ പുസ്തകമാണ്. അത് സൂസൻ സോണ്ടാഗിൻ്റെ ഇൽനെസ് ആസ് എ മെറ്റഫർ. കാരണം പലപ്പോഴും ഈ രോഗ പരാമർശങ്ങൾ സാഹിത്യത്തിൽ വരുന്നത് ഒരു രൂപകം എന്ന രൂപത്തിലാണ്, ഒരു മെറ്റഫറായിട്ടാണ്. അപ്പോൾ അങ്ങനെ രൂപകങ്ങളായിട്ട് വരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല പുസ്തകങ്ങളൊന്നാണ് സൂസൻ സോണ്ടാഗിൻ്റെ ഇൽനെസ് ആസ് എ മെറ്റഫർ എന്നുള്ള പുസ്തകം. പിന്നീട് പക്ഷേ അന്നത്തെ കാലത്ത് അവർ പ്രധാനമായിട്ട് ക്ഷയരോഗം, അതുപോലെ തന്നെ
ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ എങ്ങനെയാണ് ഒരു മെറ്റഫർ എന്നുള്ള രൂപത്തിൽ, അതായത് സമൂഹത്തിൻ്റെ രോഗങ്ങളെ കൂടെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ രോഗങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെട്ടത് സാഹിത്യത്തിൽ എന്നുള്ള വളരെ പരിമിതമായ ഒരു ലക്ഷ്യത്തോടു കൂടി സൂസൻ സോണ്ടാഗ് നടത്തിയിട്ടുള്ള ഒരു പഠനമാണ് ആ പുസ്തകം. പിന്നീട് അവർ എയ്ഡ്സിനെ കൂടി പരിശോധിച്ചതിന് ശേഷം ഇവയെല്ലാം ചേർത്തൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2004 അവർ മരണമടയുന്നുണ്ട്. അതിലൊരു പ്രശ്നമുള്ളത്, ആദ്യകാലത്ത് ഈ രോഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങൾ നടക്കുന്നതിന് വളരെ മുമ്പ് എഴുതിയ പുസ്തകം എന്നുള്ള ഒരു പരിമിതി അതിനുണ്ട്. അതിന് പുറമേ അന്ന് മലയാള നിരൂപകരെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകമായിരുന്നു നോർമൻ കുസിൻസിൻ്റെ അനാട്ടമി ഓഫ് ഇൽനസ്. ഈ 2 പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൻ സാറിൻ്റെ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് 2002 ഈ പുസ്തകം എഴുതുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ കൃഷ്ണദാസ്, ഗ്രീൻ ബുക്സിൻ്റെ നമ്മളെ വിട്ടുപിരിഞ്ഞ കൃഷ്ണദാസ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഡോക്ടർ എഴുതിയ കുറേ ലേഖനങ്ങൾ പുസ്തക രൂപത്തിലാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ലേഖനങ്ങളൊക്കെ എടുത്ത് ആ പുസ്തകത്തിന് കൊടുത്ത പേര് തന്നെ സാഹിത്യത്തിൻ്റെ വൈദ്യശാസ്ത്ര വായന എന്നുള്ള ഒരു പേരിലാണ് ആ പുസ്തകം 2016 പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലും ഈ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു, അടുത്ത കാലത്ത് ഒരുപക്ഷേ ഈ ഒരു വിഷയം സാഹിത്യ അക്കാദമി തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം സമീപകാലത്ത് ഇത്തരം പുസ്തകങ്ങളിൽ ധാരാളം കേരളത്തിൽ വായിക്കപ്പെടുന്നുണ്ട് സാഹിത്യ ആസ്വാദകർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DC ബുക്സിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ സാഹിത്യ സമ്മേളനത്തിൽ, ഈ സാഹിത്യോത്സവത്തിൽ എന്നെ അവിടെ വിളിച്ചത് ഈ ആലീസിൻ്റെ അത്ഭുത രോഗത്തിനെ കുറിച്ചുള്ളൊരു ചർച്ചയ്ക്കാണ്. 2002 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. പക്ഷേ അതിനുശേഷം നിരവധി ലിറ്റററി ഫെസ്റ്റ് DC ബുക്സ് തന്നെ നടത്തിയെങ്കിൽ അതിലൊന്നും ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ 3ാമത്തെ എഡിഷനാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ അതിന് കാരണം എനിക്ക് തോന്നുന്ന അടുത്ത കാലത്ത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു നിരീക്ഷണമാണ്, ശരിയാവണമെന്നില്ല. ഒന്ന്, ഇത്തരം പുസ്തകങ്ങൾ പല തരത്തിലും ഇപ്പോൾ മലയാളത്തിൽ പല രൂപത്തിലും വായിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ മെഡിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ഈ സാഹിത്യത്തിന് സാഹിത്യേതരമെന്നോ സാഹിത്യാതീതമെന്നോ പറയാവുന്ന പല വശങ്ങളുമുണ്ട്. ആ വശങ്ങളൊന്നാണ് ഈ വൈദ്യശാസ്ത്ര സംബന്ധമായ അല്ലെങ്കിൽ രോഗങ്ങളുമായി സംബന്ധമായ വിഷയങ്ങൾ. അതുതന്നെ ഒരു പൊതു സാഹിത്യ ആസ്വാദകരും വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ വ്യത്യസ്തമായ രീതിയിലും കാണുന്നുണ്ട്, 2 രീതിയിലും കാണുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത കാലത്ത് ഡോക്ടർമാരുടെ ചില സദസ്സുകളിൽ ഷുഡ് ഡോക്ടേഴ്സ് റീഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില വേദികളിൽ. 6-7 കാരണങ്ങൾ കൊണ്ട് ഡോക്ടർമാർ സാഹിത്യം വായിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് അതിനകത്ത് വാദിക്കുന്നത്. ഇപ്പോൾ ഒരു സമയക്കുറവുകൊണ്ട് ഞാൻ അതിലെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. എനിക്കൊന്ന് അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു പുസ്തകം ഒരു ന്യൂറോ സർജൻ കൂടിയായിരുന്ന പോൾ കലാനിധിയുടെ വെൻ ബ്രത്ത് ബിക്കംസ് എയർ എന്നുള്ള പുസ്തകമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ പോൾ കലാനിധിയെ തമിഴ്നാട്ടിൽ നിന്ന് അമേരിക്കയിൽ കുടിപാർത്ത ഒരു കുടുംബത്തിലെ ഒരംഗമാണ്. അദ്ദേഹം ന്യൂറോ സർജറി ട്രെയിനിങ്ങിൻ്റെ കാലത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ ലങ് ഗുരുതരമായ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് കാണുന്നത്. പിന്നെ ഡോക്ടർ ബിക്കംസ് എ പേഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ വിവരണമാണ്. അദ്ദേഹം ഒരു ഡയറി പോലെ എഴുതിക്കൊണ്ട് പോയി. അദ്ദേഹം മരിച്ചതിന് ശേഷം അവസാനത്തെ അധ്യായം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൂസിയാണ് എഴുതുന്നത്. ഇത് മലയാളത്തിൽ വളരെയേറെ വായിക്കപ്പെട്ടതെന്നാണ്. കാരണം രോഗം വന്നു കഴിയുമ്പം, രോഗം വരിക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനുണ്ടാക്കുന്ന ഏത് രോഗമാണെങ്കിലും, എത്ര നിസ്സാരമായ രോഗം ഡോക്ടർമാരെ സംബന്ധിച്ച് നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും അതുണ്ടാകുന്ന മാനസിക സംഘർഷം, അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ഒരേ രീതിയിൽ പ്രതീക്ഷയും നിരാശയും ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഒരു രോഗം ബാധിച്ചു കഴിയുമ്പോൾ അത് ശരീരത്തെ ബാധിക്കുന്ന ഒന്ന് മാത്രമല്ല, നമ്മുടെ മാനസിക വ്യാപാരത്തെ ആകെ, നമ്മുടെ അതിന് ധാർമ്മികവും നൈതികവും ആത്മീയവുമായിട്ടുള്ള ഒത്തിരി തലങ്ങളുണ്ട് ഈ രോഗബാധയ്ക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് നോൺ ഓർഗാനിക് എന്ന് പറയാം, ശാരീരികേതരമായ ഒത്തിരി ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നതുകൊണ്ടും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ രോഗാതുരത വർദ്ധിച്ചു വരുന്നൊരു സമൂഹമായതുകൊണ്ടായിരിക്കാം ഈ പോൾ കലാനിധിയുടെ പുസ്തകം അധികം വായിക്കപ്പെട്ടത്. രണ്ടാമതൊരു പുസ്തകം ഇപ്പോൾ അത് വളരെയേറെ വായിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. നിർബന്ധമായും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. അത് ബിറ്റ്വീൻ ടു കിങ്ഡംസ്, വാട്ട് ആൾമോസ്റ്റ് ഡൈയിങ് ടോട്ട് മീ എബൌട്ട് ലിവിങ് എന്നുള്ള വളരെ ആകർഷകമായൊരു തലക്കെട്ടിലാണ് ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. സുലൈഖ ജയവുദ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധയായ അമേരിക്കൻ എഴുത്തുകാരിയാണ് അവർ. ബിറ്റ്വീൻ ടു കിങ്ഡംസ്, വാട്ട് ആൾമോസ്റ്റ് ഡൈയിങ് ടോട്ട് മീ അബൌട്ട് ലിവിങ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് അവരെടുത്തിട്ടുള്ളത് ഈ സൂസൻ സോണ്ടാഗിൻ്റെ തന്നെ
ഞാനത് സോണ്ടാഗിൻ്റെ പുസ്തകം വീണ്ടും വായിച്ചപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സോണ്ടാഗ് പിന്നെ ഈ ഇൽനസ് ആസ് എ മെറ്റഫർ എന്നുള്ള പുസ്തകത്തിൽ യാദൃശ്യമായിട്ടുള്ളത് അവർ പറയുന്നുണ്ട്, എവരി വൺ ഹോൾഡ്സ് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇൻ ദ കിങ്ഡം ഓഫ് ദ വെൽ ആൻഡ് ദ കിങ്ഡം ഓഫ് ദ സിക്ക്. അതവർ പറയുന്നത്, ഞാനത് എൻ്റെ അത്ര ഭംഗിയായിട്ട് തർജ്ജമ ചെയ്യാനൊരു കഴിവെനിക്കില്ല. സൗഖ്യത്തിൻ്റെ ലോകത്തും രോഗികളുടെ രാജ്യത്തും എല്ലാവർക്കും ഒരു ഇരട്ട പൗരത്വം ഉണ്ടെന്നാണ്. അതാണ് ഇവർക്ക് ക്യാൻസർ രോഗം വന്നതിന് ശേഷം അതിൻ്റെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയാണ്. അതിനുശേഷം ഉള്ള ആ റെമിഷൻ പീരീഡിലുള്ള അവരുടെ അനുഭവങ്ങളാണ് അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കാം. പിന്നെ അതിന് പുറമേ ഈ കോവിഡ് മഹാമാരി വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹാമാരികളുടെ സാഹിത്യത്തിലേക്കൊരു ശ്രദ്ധ വന്നിട്ടുണ്ട് നമ്മുടെ വായനാ സമൂഹത്തിന്. അതുകൊണ്ട് ഇപ്പം വീണ്ടും ആവർത്തിച്ച് വായിച്ചൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഓർഫാൻ പാമുക്കിൻ നമ്മുടെ കാമുവിൻ്റെ, ആൽബർട്ട് കാമുവിൻ്റെ. മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണല്ലോ കാമു. നമ്മുടെ പ്രിയ എഴുത്തുകാരിൽ ഒരാളാണ് കാമുവിൻ്റെ ദ പ്ലേഗ് എന്ന പുസ്തകം. ഈ പ്ലേഗ് ഇപ്പോൾ വീണ്ടും വായിക്കപ്പെടുന്നുണ്ട്. പ്ലേഗിൻ്റെ മലയാളം തർജ്ജമയുണ്ട്. നേരത്തെ തന്നെ മലയാളം തർജ്ജമ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്ലേഗ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പ്രദേശത്ത് അൾജീരിയയിലെ ക്ഷമിക്കണം കാമുവിൻ്റെ അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വീണ്ടും എടുത്തത് വായിക്കുന്ന നന്നായിരിക്കും. ഇതിപ്പോൾ അത് ഈ പറയുന്ന നേരത്തെ സോണ്ടാഗൊക്കെ പറയുന്ന ഇൽനസ് ആസ് എ മെറ്റഫർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് അത്. ആൽബർട്ട് കാമു ആ പുസ്തകം പിന്നെ പ്രസിദ്ധീകരിക്കുന്ന 1947 ആ തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം. 1947 ജനിച്ച ഒരാളാണ്. ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ഞാനത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലൈബ്രറിയിൽ നിന്നാണ്. 1965 ഞാൻ അവിടെ പഠിക്കുന്നത്. മെഡിക്കൽ കോളേജ് ലൈബ്രറിയിലെ ഒരു പ്രത്യേകത, അവിടെ കുറച്ച് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം കൃതികളും കൂടെ ഉള്ള ഒരു ഷെൽഫുണ്ടായിരുന്നു. ആ ഷെൽഫിൽ നിന്നാണ് ഞാൻ 65 ആ പുസ്തകം വായിക്കുന്നത്. അത് ഫ്രഞ്ച് ഭരണപ്രദേശമായ അൾജീരിയൻ നഗരം, ഒരു ഒറാൻ എന്ന് പറയുന്ന നഗരത്തിൽ നടക്കുന്ന കഥയാണ്. അവിടെ പ്ലേഗ് വരുമ്പോൾ നടക്കുന്ന കഥയാണ്. ഈ പ്ലേഗ് രോഗത്തെക്കുറിച്ച് മാത്രമായിട്ടൊന്ന് ഒരു വായിക്കാം. അത്രയധികം പ്ലേഗിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് കാമു ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഡോക്ടർ ബെർണാഡ് റിയു എന്ന് പറയുന്ന ഡോക്ടറാണ് അതിൻ്റെ നായകൻ വേണമെങ്കിൽ പറയാവുന്നത്, പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദ നോവൽ. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ഈ എലികളിങ്ങനെ ചത്തു വീഴുന്ന കാണും. അത് പുള്ളി പക്ഷേ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് കോവിഡിൻ്റെ വരവാണെന്ന്. അതിനുശേഷം കോവിഡിൻ്റെ പല ഘട്ടങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം കോവിഡിൽ നിന്ന് ആ പ്രദേശം വിമോചിതമാകുന്നു അവസാന കാലത്ത്. ഇതാണ് കഥ. പക്ഷേ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കോവിഡ്, ഈ പ്ലേഗാണ് ലോകത്തുണ്ടായ മഹാമാരികളിൽ ഏറ്റവും അധികം ആളുകളെ കൊല്ലുകയും ഏറ്റവും അധികം സാഹിത്യകൃതികൾ രചിക്കപ്പെടുകയും മനുഷ്യ ചരിത്രമാകെ മാറ്റിമറിക്കുകയും ചെയ്ത ഒരു മഹാമാരിയായിരുന്നു പ്ലേഗ്. ഒരു കാര്യം ഞാനിപ്പോഴേ പറയട്ടെ, ലോക ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മഹാമാരികളെക്കുറിച്ച് പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പം നമ്മളെ ഈ വെറും സാഹിത്യത്തിൻ്റെ കാര്യം മാത്രമല്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അതൊരു മെറ്റഫറായിട്ടാണ്, രൂപകമായിട്ടാണ്. എന്താണ്, അന്ന് 1902 ലോക മഹായുദ്ധ കാലത്ത് ആ സമയത്ത് ഫ്രഞ്ച് ഇതുപോലുള്ള പ്രദേശങ്ങളുടെ നാസി അധിനിവേശത്തെയാണ് അദ്ദേഹം പ്ലേഗായിട്ട് പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. നാസി അധിനിവേശത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല, ഈ ആദ്യം എലികളെ കാണുമ്പോൾ അവഗണിച്ചപ്പോൾ ഈ ഫാസിസത്തിൻ്റെ സൂചനകൾ വന്നപ്പോൾ അവഗണിച്ചതിൻ്റെ ഫലമായി കൂടെയാണ് പിന്നീട് ഈ രോഗം വന്നതെന്നും അത് വളരെ നാടകീയമായിട്ടാണ് പിന്നെ നോവൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പ്ലേഗ് അവസാനിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുകയാണ്. പക്ഷേ ഡോക്ടർ റിയു പറയുന്നുണ്ട്, പ്ലേഗിൻ്റെ രോഗാണു ഒരിക്കലും പൂർണ്ണമായും ചത്തൊടുങ്ങുകയോ നിശേഷം ഇല്ലാതാവുകയോ ചെയ്യില്ല. വർഷങ്ങളോളം അത് ഉറങ്ങിക്കിടക്കും. മേശയിലും കസേരയിലും അലമാരയിലും കിടക്കയിലും നിലവറയിലും പെട്ടികളിലും ഷെൽഫുകളിലും അത് താമസിക്കും. എന്നിട്ടൊരു ദിവസം മനുഷ്യനെ നശിപ്പിക്കുവാനും അവനെ അതിൻ്റെ എലികളെ അഴിച്ചുവിടും. സന്തോഷം നിറഞ്ഞ പട്ടണങ്ങളിൽ പോയി ചാവാൻ. ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതീകവൽക്കരിക്കുമ്പോൾ അതിനകത്ത് മെറ്റഫറായിട്ട് ഉപയോഗിക്കും പറയുന്നത്, ഇപ്പോഴേ 2ാം ലോകമായുധം അവസാനിച്ചു, പിന്നെ ഹിറ്റ്ലറൊക്കെ ആത്മഹത്യയെങ്കിലും ഫ്യൂഡലിസം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രവാചകനെ പോലെ ഇതിനകത്ത് കാമു പറയുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം.
അപ്പോൾ അത് തന്നെയാണ് അതുപോലെ തന്നെയാണ് മഹാമാരികളുടെ കാര്യം. അതും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാമാരിയും കെട്ടടങ്ങുന്നില്ല. അതും തിരിച്ചു. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. തന്നെയല്ല, ഈ കോവിഡ് കാലത്ത് ഇറങ്ങിയ 2 പ്രധാനപ്പെട്ട കൃതികൾ, ഈ മഹാമാരികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ അതിൽ പ്ലേഗിനെ കുറിച്ച് തന്നെയാണ്. അത് ഓർഹാൻ പാമുക്കിൻ്റെ ദ നൈറ്റ്സ് ഓഫ് പ്ലേഗാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് ആ പുസ്തകം വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ചില പുസ്തകങ്ങൾ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ, വലിയ പുസ്തകം, ഇത് 700 പേജുള്ള വലിയ പുസ്തകമാണ്, അത് വായിച്ച് തീരുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കും. അങ്ങനെയാണ് പലപ്പോഴും. അങ്ങനെയല്ല, ഈ പുസ്തകം എങ്ങനെ വായിച്ച് തീർക്കുമെന്ന് നമുക്ക് അല്ലേ ഒരു ആകാംക്ഷ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓർഹാൻ പാമുക്കിൻ്റെ ദ നൈറ്റ്സ് ഓഫ് പ്ലേഗ് നമ്മൾ വായിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ, അയ്യോ ദൈവം, ഇത് ഏതെങ്കിലും ദിവസം ഈ വായന പൂർത്തിയാക്കേണ്ടി വരുമല്ലോ എന്നുള്ളതിൽ നമുക്ക് വിഷമം തോന്നുന്ന രീതിയിലുള്ള തുജ്വലമായ ഒരു കൃതികളാണ് നൈറ്റ്സ്. എൻ്റെ അഭിപ്രായത്തിൽ കാമുവിൻ്റെ കൃതിയേക്കാളും ഞാൻ ഒരു പടി മുമ്പിൽ ഇതിനെ പ്രതിഷ്ഠിക്കും. അത് ഈ പറയുന്നതിൽ പ്രതീകം മാത്രമല്ല, അത് ദ നൈറ്റ്സ് ഓഫ് പ്ലേഗ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഒരു സാങ്കല്പിക ദ്വീപിൽ നടക്കുന്ന കഥയാണ്. ഈ ക്രേറ്റിൻ്റെയും അടുത്തായിട്ട് നടക്കുന്ന ഒരു ദ്വീപാണ്, സാങ്കല്പിക ദ്വീപാണ്. സങ്കല്പമല്ല, അവിടെ ദ്വീപുകളുണ്ട് ധാരാളം. 1901 വരുന്ന പ്ലേഗ് ബാധയാണ്, 20-ാം നൂറ്റാണ്ടിലെ ആദ്യം. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ് അതിനകത്ത് വിഷയം. യഥാർത്ഥത്തിൽ പാമുക്കിൻ്റെ ഈ നോവൽ യാദൃശ്യമായിട്ടാണെങ്കിൽ ഇപ്പം നടക്കുന്ന ഇസ്രായേലി ആ പ്രദേശത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിലേക്കുള്ള വേരുകൾ വരെ നമുക്ക് കാണാൻ കഴിയും. തന്നെയല്ല, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹവും അതുപോലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള സംഘർഷം, ഇതെല്ലാം ഉള്ള ഒരു ചരിത്ര നോവൽ കൂടിയാണ്. ചരിത്ര നോവലുമാണ് ഒരു ഈ പറയുന്ന മഹാമാരി പ്ലേഗിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് അനാവരണം ചെയ്യുന്നത്. ഒത്തിരി സമസ്യകൾ, ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്ത് പാമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത കാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മളെ മഹാമാരികളെക്കുറിച്ച് തന്നെ എടുക്കുമ്പോൾ, രോഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും 4 മഹാമാരികളാണ് ലോക ചരിത്രത്തെ മാറ്റിമറിച്ചുള്ളത്. പ്ലേഗും വസൂരിയും കോളറായും അതുപോലെ തന്നെ ഫ്ലൂ ആണ്. 2ാം ലോകമഹായുദ്ധകാലത്താണ് പ്രധാനമായിട്ട് ഫ്ലൂ. അതിനെക്കുറിച്ച് എമ്മ ഡൊണാഗ് എന്ന് പറയുന്ന ഒരു ഐറിഷ് അമേരിക്കൻ എഴുത്തുകാരിയുടെ ദ നൈറ്റ്സ് ഓഫ് പ്ലേഗ് ഒരു നോവലിപ്പോൾ വന്നത്, പുൾ ഓഫ് സ്റ്റാർസ്. അതിൽ ഐറിഷ് സ്വാതന്ത്ര്യ സമരവും 1-ാം ലോക മഹായുദ്ധവും അതുപോലെ തന്നെ ഈ പ്ലേഗിൻ്റെ ബാധയും ജെൻഡർ ഇഷ്യൂ എല്ലാം കൂടെ ചേർത്ത് സമന്വയിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഇതെല്ലാം കൂടി സൃഷ്ടിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്ന് ഒരുപക്ഷെ സാഹിത്യ അക്കാദമിക്കും അതുപോലെ തന്നെ ഇപ്പം അവിടെയും നേരത്തെ കോഴിക്കോട് നടന്ന ലിറ്റററി ഫെസ്റ്റിലും ഒക്കെ തീരുമാനിക്കാൻ ഒരു കാരണം അതായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. കാരണം വളരെ വിശാലമായ ഒരു വിഷയമാണ്. അത് മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു സാഹിത്യ സമ്മേളനം നടത്താൻ മാത്രം വളരെ വിപുലമായ സാധ്യതകൾ പരിശോധന അറിയിക്കുന്ന ഒരു വിഷയമാണ് ഈ മെഡിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതിലെ 2 പേരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഈ സാഹിത്യ ആസ്വാദകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ടും പരിശോധിക്കാൻ പറ്റും. 2 രീതിയിലും അത് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു പരിശോധന നമുക്ക് പിന്നീട് വിശദമായിട്ട് നടത്താം. ഇവിടെ ഇപ്പം സാഹിത്യ ആസ്വാദകരുടെ ഭാഗമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൽനസ് ആസ് എ മെറ്റഫർ, ഒരു രൂപകം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് തന്നെയുള്ള അതിൻ്റെ എന്താണ് പറയുന്നത്, ശാരീരികേതരമായിട്ടുള്ള ധാർമ്മികവും നൈതികവും ആത്മീയവുമൊക്കെ ആയിട്ടുള്ള പ്രതിസന്ധികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വായിക്കാൻ കഴിയും. നമ്മളൊക്കെ തന്നെയും ഈ പറയുന്ന 2 ലോകങ്ങൾക്കിടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരെന്നുള്ള നിലയിൽ വൈയക്തികമായി തന്നെ നമുക്ക് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ഈ പുസ്തകങ്ങളെ, അല്ല ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഈ പുസ്തകങ്ങളെ സമീപിച്ചെന്ന് വരാം. അതോ അർത്ഥത്തിൽ ലോക ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി, അതിൻ്റെ ലോക ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ, ഈ പറയുന്ന മഹാമാരികൾ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ഇപ്പോൾ പറയുന്ന പാമുക്കിൻ്റെ പുസ്തകത്തിലൂടെയോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു അനുവാചകന് കഴിയും. അതുപോലെ ഡോക്ടർമാർക്ക് പല രീതിയിൽ ഇത് വായിക്കാൻ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ അത് പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് പൊതു അനുവാചകരെ സംബന്ധിച്ചുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ചും ഡോക്ടർമാർ പ്രത്യേകിച്ചും താല്പര്യമെടുക്കേണ്ട ഒരു ഗ്രന്ഥത്തെക്കുറിച്ചും മാത്രം പറയാനാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ ശ്രമിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ മഹാമാരികളെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് ഒരു ഭാഗം മഹാമാരി സാഹിത്യം വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അത് വിശ്വസാഹിത്യവും ഒക്കെ മലയാള സാഹിത്യവും പരിശോധിക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ചിരുന്നില്ല. പുസ്തകം എഴുതുമ്പോൾ അങ്ങനെ സാഹിത്യം, ഒന്നാമത് അതിന് കഴിവുള്ള ഒരാളല്ല ഞാനൊരു സാഹിത്യ നിരൂപകനല്ല, ഒരു വായനക്കാരൻ മാത്രമാണ്.
ആ വായനക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഇത് എഴുതുന്നത്. മറ്റൊരു സാഹിത്യ വിമർശകർക്ക് കുറെ കൂടി ആഴത്തിൽ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ പ്ലേഗാണ് ആദ്യത്തെ ചാപ്റ്റർ. പ്ലേഗ് മുതൽ കോവിഡ് വരെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ പ്ലേഗ് ചാപ്റ്റർ എഴുതിയപ്പം എനിക്ക് തോന്നി പ്ലേഗിനെ കുറിച്ചൊരു പുസ്തകം എഴുതുമ്പം കാമുവിൻ്റെ പ്ലേഗിനെ കുറിച്ച് പറയാതെ പുസ്തകം എഴുതുന്നത് ശരിയല്ലല്ലോ എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് കാമുവിൻ്റെ പ്ലേഗിനെ കുറിച്ച് ഞാൻ നേരത്തെ വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ലിറ്റററി ക്രിറ്റിക്സമൊക്കെ പരിശോധിച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞാൽ മെറ്റഫോർ എന്നുള്ള രീതിയിൽ എങ്ങനെ തുടങ്ങി എന്ന് അതിൽ പിന്നെ എഴുതുന്നുണ്ട്. ഈ പുസ്തകം തന്നെ ആരംഭിക്കുന്ന തുടക്കം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ ബെർണാഡ് റിയു എലികളെ കാണുന്ന രംഗമാണ്. തുടക്കം എന്നും കൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. തുടർച്ച എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അത് അവസാനം റിവ്യൂ പറയുന്നുണ്ടല്ലോ ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകം, അങ്ങനെയാണ് പുസ്തകം സംവിധാനം ചെയ്തത്. പക്ഷേ പിന്നീടാണ് ഞാൻ മലയാള സാഹിത്യത്തിൽ ഈ പറയുന്ന പാൻഡമിക് ലിറ്ററേച്ചർ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ടാൽ തന്നെ ഉടൻ തന്നെ പറയും. നമുക്കറിയാം നമ്മുടെ പിന്നെ വസൂരി എന്ന് പറഞ്ഞ നോവൽ തന്നെ എഴുതിയിരുന്നല്ലോ. വസൂരി എന്നുള്ള നോവൽ തന്നെ പിന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രസിദ്ധമായ നോവലാണ്. കാക്കനാടൻ്റെ ആ നോവൽ ഒരു മഹാമാരിയെക്കുറിച്ച് എഴുതപ്പെട്ട നോവലുകളിലൊന്നാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഇതുപോലുള്ള രോഗങ്ങൾ ബാധിക്കുമ്പോൾ മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള വിരുദ്ധങ്ങളായ വികാരങ്ങളൊക്കെ പുറത്തു വരും. ഒന്ന് സഹാനുഭൂതിയും മനുഷ്യസ്നേഹവും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അടക്കിപ്പിടിച്ചിരുന്ന ലൈംഗിക ഇച്ഛാശക്തികൾ, അതുപോലുള്ള മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും വെളിയിൽ വരും. അതാണ് പ്രധാനമായിട്ടും അതിനകത്ത് കാക്കനാടൻ പരിശോധിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നെ മലയാള സാഹിത്യത്തിൽ ഒത്തിരി ഇതുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വരെ പിന്നെ ഇത് പറയുന്നുണ്ട്. അതുപോലെ പുനത്തിലിൻ്റെ നോവലുണ്ട്, പിന്നെ എം ടി വാസുദേവൻ നായരുടെ നോവലുകളിലുണ്ട്, ധാരാളമുണ്ട്. അത് ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇത് പരിശോധിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. 126 പേജുകൾ മാത്രമുള്ള ഒരു നോവലാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ. 9 അധ്യായങ്ങളും 126 പേജുമുള്ള താരതമ്യേന ചെറിയ പുസ്തകമാണ്. തകഴിയുടെ കയറുമായിട്ടോ അല്ലെ എണ്ണിപ്പടികളുമായിട്ടോ തട്ടിച്ചോക്കും താരതമ്യേന ചെറിയ പുസ്തകങ്ങളൊന്നാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പ്ലേഗ് പ്രസിദ്ധീകരിച്ച അതേ വർഷമാണെന്ന് പറഞ്ഞു. 1947 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വിശ്വസാഹിത്യത്തിൽ പോലും ഒരു പുസ്തകവും 2 മഹാമാരികൾ ചർച്ച ചെയ്യുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ സവിശേഷത പറയാം. ഏതെങ്കിലും ഒരു മഹാമാരികളെക്കുറിച്ച് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ 2 മഹാമാരികളെക്കുറിച്ച്, അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 മഹാമാരികൾ, അത് വസൂരിയും കോളറയും ചർച്ച ചെയ്യുന്ന ഏക ശാസ്ത്ര സാഹിത്യ ഗ്രന്ഥമാണ് തകഴിയുടെ തോട്ടിയുടെ മകൻ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 2, ഈ കോളറയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കോളറ എന്ന് പറയുമ്പോൾ വളരെ ദരിദ്രരായ ആളുകളെ ബാധിക്കുന്ന ഛർദിയും വയറിളക്കവും ഒരു വൃത്തികെട്ട രോഗമായിട്ടാണ് കണക്കപ്പെടുന്നത്. വളരെ സ്റ്റിഗ്മറ്റൈസിങ് ആണ്, പതിത്വം കൽപ്പിക്കപ്പെടുന്ന ഒരു രോഗങ്ങളിലൊന്നാണ്. അത് നമുക്ക് ഇതിനകത്ത് കാണാം. സൂസൻ സോണ്ടാഗിൻ്റെയും അല്ലെ പിന്നെ നമ്മുടെ അപ്പൻ സാറിൻ്റെയും പുസ്തകത്തിലൊക്കെ കാണാം. ക്ഷയം എന്ന് പറഞ്ഞാൽ മാന്യന്മാരെ ബാധിക്കുന്ന റൊമാൻറ്റിക് ഒരു രോഗം, ക്യാൻസർ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു രോഗം എന്നുള്ള രൂപത്തിലേക്ക് അതിനകത്ത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് എയ്ഡ്സിൻ്റെ കാര്യം പറയാനില്ലല്ലോ, ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇത് രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കോളറയുടെ കാര്യത്തിൽ ഒരു വിശ്വസാഹിത്യത്തെയും കോളറ രോഗികളെ അവതരിപ്പിക്കുന്നില്ല. കോളറ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ മാർക്യൂസിൻ്റെ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ രോഗികൾ അതിനകത്ത് വരുന്നില്ല കേട്ടോ. കോളറ അല്ല അതിനകത്ത് വിഷയം. കോളറ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. എന്നാലും കോളറ ബാധിച്ച കപ്പലുകൾ, അന്ന് കപ്പലുകൾ കൂടെ ആണല്ലോ വരുമ്പോഴേക്കും കോളറ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു മഞ്ഞക്കൊടി പിന്നെ അതിൽ പറത്തിയിട്ട് ഈ കപ്പലുകൾ അന്ന് ക്വാറൻറ്റൈൻ ചെയ്യണം. 40 ദിവസം കടലിൽ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. 40 ദിവസം എന്തുകൊണ്ടാണ് തീരുമാനിച്ചതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കപ്പലിൽ മറ്റുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് പ്രണയിനികൾ, വളരെ കാലം ചേരാൻ കാത്തിരുന്ന പ്രണയിനികൾ ഒരുമിക്കുന്നതാണ് അതിനകത്ത്. പല രീതിയിൽ അത് വ്യാഖ്യാനിക്കാം. വയോജന കാലത്തുള്ള ഈ ഇവർ തമ്മിലുള്ള ബന്ധപ്പെടലുകൾ ജനതയുടെ ഒരു സാഹിത്യകൃതിയായിട്ട് പറയാം. പക്ഷേ എപ്പോഴും മാർക്യൂസ് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ നോവൽ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതിനകത്ത് പോലും രോഗികൾ വരുന്നില്ല കേട്ടോ. അത് ഏറ്റവും രസകരമായ കാര്യം തോമസ് മെൻ്റെ പുസ്തകമാണ്. തോമസ് മെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം മാജിക് മൗണ്ടനാണ്. നിങ്ങൾക്കറിയാം, ക്ഷയരോഗത്തെക്കുറിച്ചുള്ളതാണ്. മാജിക് മൗണ്ടനെ കുറിച്ച് സൂസൻ സോണ്ടാഗ് അയ്യപ്പൻ സാറിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഇൻ വെനീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകമുണ്ട്.
ആ പുസ്തകത്തിനകത്ത് കോളറ ബാധിച്ച ഒരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അയാൾ ഈ വയറിളക്കം വന്ന് ഛർദ്ദിക്കുന്ന പറഞ്ഞത് അയാൾ ഒരു കസേരയിലിരുന്ന് മരിക്കുന്നതായിട്ടാണ്. കാരണം മാന്യന്മാരെ ബാധിക്കുന്ന ഒരു രോഗമല്ല. അങ്ങനെ ബാധിച്ചാൽ തന്നെ അത് വളരെ അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ അധപ്പതനം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ രോഗം വന്നതെന്നാണ് തോമസ് മെൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ കോളറ അതിൻ്റെ എല്ലാ ഭീഭത്സതകളോടുകൂടി ചിത്രീകരിച്ചിട്ടുള്ള വിശ്വസാഹിത്യം എന്ന് തന്നെ ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഏക നോവൽ പിന്നെ തകഴിയുടെ തോട്ടിയുടെ മകനാണ്. കാരണം തോട്ടിയുടെ മകൻ എന്ന് പറയുമ്പോൾ തന്നെ തോട്ടികൾ മനുഷ്യരായി പോലും കണക്കാക്കപ്പെടാത്ത, സമൂഹത്തിൽ ഏറ്റവും അധികം പ്രാന്തവൽക്കരിക്കപ്പെട്ട, മനുഷ്യരായിട്ട് പോലും കണക്കാക്കപ്പെടാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് തകഴി എഴുതുന്നത്. അവരെങ്ങനെ അവസാനം അതിൻ്റെ സംഘടിത ശക്തി വളർന്നു വരുന്നതായിട്ടാണ് നോവൽ. 3 തലമുറകളാണ് അതിനകത്ത് ചിത്രീകരിക്കുന്നത്. മാത്രമല്ല വസൂരിയും അദ്ദേഹം അതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട്. രണ്ടും വരുന്നുണ്ട്. അത് 4-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലുമാണ്. ഈ 126 പേജുള്ള പുസ്തകത്തിൻ്റെ 23 പേജ് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബോധപൂർവം ചെയ്തതല്ല. കാരണം ആ തോട്ടികളെക്കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ കാലഘട്ടത്തിൽ അതാണ്. എന്ന് തന്നെയുമല്ല, ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മഹാമാരി സാഹിത്യം വായിക്കുമ്പം അതിന് ചില പൊതു സ്വഭാവങ്ങൾ കാണാൻ കഴിയും. മഹാമാരികളെ സംബന്ധിച്ച് ഈ മഹാമാരികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന പൊതു സ്വഭാവങ്ങളെല്ലാം അത്ഭുതകരമെന്ന് പറയണം തകഴിയുടെ നോവൽ വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ചില ഭാഗങ്ങൾ വായിക്കാം, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതാണ് കാരണം ഈ വിഷയം അത്രത്തോളം വലുതാണെങ്കിൽ. ഒന്ന്, നിങ്ങൾക്കറിയാമല്ലോ, 3 തലമുറയാണ്. ഇഷുക്കുമുത്തു എന്ന് പറയുന്ന ഒരു തൊഴിലാളിയിലാണ് ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ശവം അടക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് അവിടെ പിന്നെ വീടിനടുത്ത് കൊണ്ട് കുഴിച്ചിടും. പിന്നെ അത് പട്ടികൾ വന്ന് ആ പ്രേതം കടിച്ചെടുത്ത് വെളിയിൽ കൊണ്ടുവരുന്ന രംഗമുണ്ട്. ഭയങ്കര അത് വായിക്കേണ്ടതാണ്. അതിനുശേഷം അയാളുടെ മകൻ ചുടലമുത്തു, അയാൾ വള്ളിയെ വിവാഹം കഴിക്കുന്നുണ്ട്. ചുടലമുത്തു അപ്പോൾ യൂണിയൻ ഫോം ചെയ്യുന്നുണ്ട്. ആ യൂണിയനെ തകർക്കാൻ വേണ്ടി മുതലാളിമാർ ഉപയോഗിക്കുന്ന ചുടലമുത്തുവിനെയാണ്. പിന്നീട് അയാളുടെ മകൻ മോഹനൻ, അയാളുടെ പേര് മാറ്റുന്നുണ്ട്, മോഹനൻ എന്ന് പേരിടും. കാരണം സാധാരണ ഈ തോട്ടികൾക്കൊന്നും നല്ല പേരൊന്നും ഇടാറില്ല. അങ്ങനെ മോഹനൻ്റെ കാലത്താണ് ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിൽ വസൂരി വയ്ക്കുമ്പോൾ പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥാ വ്യതിയാനം, 1 ഹെൽത്ത് 1 വേൾഡ്. അപ്പോൾ കാലാവസ്ഥയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടാണ് ഈ മഹാമാരികളുടെ വരവ്. അതുകൊണ്ടാണ് മഹാമാരികളിൽ നിന്നും നമ്മൾ മനുഷ്യർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പ്രകൃതിയെയും മറ്റ് ജന്തുജാലങ്ങളെയും സംരക്ഷിക്കണം എന്നുള്ള ഏകലോക ഏകാരോഗ്യം എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നതാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു. അത് അധ്യായം 4 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 4-ലാണ് ഈ സ്മോൾ പോക്സ് വസൂരി വരുന്നത്. അത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നി. ഇന്നത്തെ നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം. നമ്മളിപ്പോഴാണല്ലോ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ. ഇപ്പോൾ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത്ര ഉഗ്രമായ ഒരു നെടുങ്കൻ വേനൽക്കാലം ഉണ്ടായിട്ടില്ല. മാസങ്ങളായി മഴ പെയ്തിട്ട് എന്തൊരു ചൂടാണ്. ജീവജാലങ്ങൾ വാടിക്കരിഞ്ഞു. ആ കാലസ്ഥിതി ഏതോ ഭയങ്കരമായ ഒരു സാംക്രമിക രോഗത്തിൻ്റെ ആക്രമണത്തെ ദീർഘദർശനം ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഗ്ലോബലി. അത് സംഭവിച്ചു. മസൂരി എന്ന് അതിനകത്ത് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ മലയാള സാഹിത്യത്തിലെ ഈ രോഗങ്ങളുടെ അതൊന്നും ഈ ശാസ്ത്രീയ നാമങ്ങളല്ല ഉപയോഗിക്കുന്നത്. ദണ്ണം, പിന്നെ അതുപോലെ കുരുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. അത് വായിച്ചെടുക്കണം. ഏത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അത് രോഗലക്ഷണങ്ങൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. മസൂരി എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ ഒരു ജാതി മസൂരി. 6-8 ദിവസങ്ങൾക്കപ്പുറം പോകാറില്ല. മരണമാണ് ഫലം. ഇങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത് 4-ാം അധ്യായം. അതിനുശേഷം മഹാമാരിയുടെ മറ്റൊരു പ്രത്യേകത, ഈ മഹാമാരികളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏത് പുസ്തകം എടുത്താലും എല്ലാവരും പറയുന്നൊരു വാചകമുണ്ട്. അതെല്ലാവരെയും ബാധിക്കും എന്നുള്ളതാണ്. അതാണ് ശരിയുമാണ്. പാൻഡമിക്സ് അഫക്ട് ദ റിച്ച് ആൻഡ് ദ പുവർ. ദരിദ്രരെയും അതുപോലെ ധനികരെയും ബാധിക്കും. ദ കിങ്സ് ആൻഡ് എംപറേഴ്സ്, രാജാക്കന്മാരെയും സാമ്രാജ്യാധിപതികളെയും. ശരിയാണ്. പ്ലേഗിൻ്റെ തന്നെ പലതിനും പേര് രാജാക്കന്മാരുടെ പേര്. ആൻറ്റോണിയൻ പ്ലേഗ്, ജസ്റ്റീനിയൻ പ്ലേഗ് എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ഫറവോസ് ആൻഡ് ദ പ്രോഫറ്റ്സ്, പ്രവാചകന്മാരെയും ഫറവോകളെയും ബാധിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ശരിയാണ്, എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് തന്നെ പിന്നെ ട്രംപിനെ ബാധിച്ചല്ലോ, അല്ലേ? ബോറിസ് ജോൺസനെ ബാധിച്ചു. പക്ഷേ അതേ അവസരത്തിൽ വ്യക്തിതലത്തിൽ അത് ശരിയാണെങ്കിലും മൊത്തം സമൂഹം എടുത്തു കഴിയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക്, അതായത് രോഗമുണ്ടാകാൻ സാധ്യതയുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഈ രോഗം കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും.
അതായത് ദാരിദ്ര്യമാണ് പലപ്പോഴും രോഗത്തിലേക്ക് നയിക്കുന്നത്. രോഗം വന്നു കഴിയുമ്പോൾ തൊഴിലില്ലായ്മയൊക്കെ ഉണ്ടായി അവർക്ക് വീണ്ടും ദരിദ്രാവസ്ഥയിലേക്കൊക്കെ പോകും. ദാരിദ്ര്യം മൂലം രോഗവും, രോഗം മൂലം ദാരിദ്ര്യവും എന്നുള്ളതാണ് സ്ഥിതി. മഹാമാരികളുടെ കാര്യത്തിലും അത് ശരിയാണ്. ഈ പറയുന്നവർ ഈ വ്യക്തിതലത്തിൽ ഈ പറയുന്ന രാജാക്കന്മാരെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ സമൂഹത്തിലൊരു അസമത്വം, മഹാമാരി അസമത്വം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഓക്സ്ഫാം നടത്തിയൊരു പഠനമുണ്ട്. ഈ പഠനം അമേരിക്കയിലും ബ്രിട്ടനിലോ നടത്തിയെന്ന് ഓർക്കണം, വികസ്വര രാജ്യങ്ങളൊന്നുമല്ല. അപ്പോൾ അമേരിക്കയിലൊക്കെ തന്നെയും ഏറ്റവും ദരിദ്ര അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഹിസ്പാനിയൻസ്, ആഫ്രിക്കൻ അമേരിക്കൻസ് തുടങ്ങിയവരെയാണ് ഈ കോവിഡ് കൂടുതലായിട്ട് ബാധിച്ചതെന്നും കൊണ്ട് അവരെ ഇറക്കിയ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ ദ ഇന്നിക്വാളിറ്റി വൈറസ് എന്നാണ്, അസമത്വ വൈറസ് എന്നാണ് അതിന് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അത് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതിലതിന് 8-ാം അധ്യായത്തിൽ കോളറ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കൊത്തുവാൾ ചാവടിപ്പാലത്തിനടുത്ത് റോഡരികിൽ ഒരു ചായക്കടയുടെ മുൻവശത്ത് ഒരു പിച്ചക്കാരൻ മരിച്ച് വിറുങ്ങലിച്ച് കിടക്കുന്നത് രാവിലെ കാണായി. അവൻ ഒഴിവും ഛർദിയുമായിരുന്നു. നഗരത്തിലെ ഈച്ച മുഴുവൻ ആ അനാഥ പ്രേതത്തെ പൊതിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനാഥരെ ബാധിക്കുന്ന രോഗം എന്നുള്ള രൂപത്തിലേക്ക് ഈ സാമൂഹ്യമായ അസമത്വത്തെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് ഈ ചുടലമുത്തുവിൻ്റെ അമ്മ, മോഹൻ്റെ അമ്മ വള്ളി മരിച്ചു കിടക്കുന്നത് മോഹൻ കാണുന്നുണ്ട്. മോഹൻ അവസാനം ഈ ചുടുകാട്ടിലേക്ക് പോകുന്നുണ്ട്. ചുടുകാട്ടിലെ ആളുകളെ കുഴിച്ചിട്ടുകൊണ്ടിരുന്നത് ഈ ചുടലമുത്തുവാന്ന് ഓർക്കണം. പക്ഷേ ചുടലമുത്തുവും രോഗം വന്ന് മരിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, മോഹൻ ഒരു വലിയ കുഴിയുടെ ആഴം ചുടലമുത്തുവിൻ്റെ വടി കൊണ്ട് മറ്റൊരാൾ അളക്കുന്നത് കാണുന്നു. ആ കുഴിക്കടുത്ത് ഒരു ശവത്തെ ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു. ആ ശവത്തിൻ്റെ കാലും തലയും കാണാം. അത് തൻ്റെ അച്ഛനാണെന്ന് മോഹന് മനസ്സിലായി. അങ്ങനെ അവന് ഈ പറയുന്നൊരു അസമത്വം, രോഗത്തിൻ്റെ അസമത്വം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രത്യേകത ഈ രോഗങ്ങളുടെ സംബന്ധിച്ചുള്ളത് ഒരു ഡിനേലിസമാണ്. രോഗങ്ങളെ നിഷേധിക്കുക. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കോവിഡ് വരുന്ന കാലത്ത് ട്രംപ് അതിനു മുമ്പ് തന്നെ എയ്ഡ്സിൻ്റെ കാലത്ത് തംബോ എംബക്കി, അന്ന് ദക്ഷിണാഫ്രിക്കയിലെ അധികാരത്തിൽ വന്ന തംബോ എംബക്കി വളരെ നിഷേധാത്മകമായ സമീപമാണ് എയ്ഡ്സിനോട് ബാധിച്ചത്. അത് ഈ വൈറസൊന്നും ഉണ്ടാക്കുന്നതല്ല, ലൈംഗിക ബന്ധമൊന്നും ഇതിന് കാരണമല്ല, കോണ്ടോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുള്ള നിലപാട് തംബോ എംബക്കി എടുത്തതിൻ്റെ ഫലമായിട്ട് അതുകൊണ്ട് മാത്രം ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളാണ് അന്ന് സൗത്ത് ആഫ്രിക്കയിൽ കോവിഡ് എയ്ഡ്സിനിടയാകുന്നത്. ഇതുപോലെ തന്നെ ആയിരുന്നു ട്രംപും ആദ്യകാലത്ത് ഇത് ചൈനീസ് വൈറസ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തരുകയായിരുന്നു. ഈവൻ താരതമ്യേന ഭേദപ്പെട്ട ഒരു നേതാവും വിവരമുള്ള ഒരാളുമാണ് ബോറിസ് ജോൺസൺ പോലും പബ്ലിക്കായിട്ട് മാസ്ക് ഇടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ആശുപത്രി സന്ദർശിച്ചു. പിന്നെ ബോറിസ് ജോൺസൺ രോഗം വരുന്നുണ്ട്. ഈ പുസ്തകത്തിനകത്തും ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഭരണാധികാരികളും അപ്പോൾ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രമേയം അവരതിൻ്റെ ഒരു ഓവർസിയർ ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെട്ട റിപ്പോർട്ടാണ്. ഒരു മാസത്തിൽ 9 മസൂരി കേസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 മാത്രം പേരാണ് മരണമടഞ്ഞെന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് തള്ളിക്കളയും. അതായത് അവിടെ അടിയന്തര പ്രമേയം അവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം പിൻവലിക്കാനും തള്ളിക്കളയാനുമാണ് ആവശ്യം. അപ്പോൾ ഒരു ഡിനേലിസം അതിനകത്ത് വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത് ഈ അടിമ വ്യാപാരവും മഹാമാരികളും തമ്മിലൊരു ബന്ധം. സ്ലേവ് ട്രേഡ്. ഈ സ്ലേവ് ട്രേഡ് ആരംഭിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിലൊരു കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം അടിമ വ്യാപാരമായിരുന്നു. അന്ന് നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ഭാഗമായും കച്ചവടത്തിനുമൊക്കെ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അതിന് കൊളംബിയൻ വിനിമയം എന്നാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പോകും. അങ്ങനെയാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഹിസ്പാനിയോള ഭൂമിയിലെ സ്വർഗം എന്നാണ് കൊളംബസ് അവിടെ ഇറങ്ങുമ്പോൾ പറയുന്നത്. കാരണം അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും മറ്റും അവർ കൊള്ളയടിക്കുന്നുണ്ട്. പ്രധാന കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഉണ്ടാകുന്നത് സ്കർവി എന്ന് പറയുന്ന വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. പക്ഷേ ഇവിടെയൊക്കെ പോയി ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിച്ചപ്പോഴാണ് ആ രോഗം മാറുന്നത്. അതുപോലെ അവരെ ബാധിച്ചിരുന്ന പല രോഗങ്ങൾക്കും ഉള്ള ചികിത്സ അവിടുന്ന്, അവരുടെ തന്നെ പ്രാകൃത ചികിത്സയാണെങ്കിൽ പോലും ഉദാഹരണം കൊയ്ന, മലേറിയയ്ക്ക് അവർ അവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്. പക്ഷേ തിരിച്ചവരങ്ങോട്ട് കൊണ്ടുപോകുന്ന രോഗങ്ങളായിരുന്നു. കാരണം ഇവർക്കൊക്കെ രോഗങ്ങൾ വന്ന് രോഗപ്രതിരോധ ശേഷി കിട്ടിയിരുന്നു. പ്രധാനമായിട്ടും മീസിൽസും വസൂരിയുമാണ് അവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടുത്തെ ആളുകളുടെയൊക്കെ വംശഹത്യ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയി പിടിച്ചെടുത്തതിന് ശേഷം അവരവിടെ ഭക്ഷ്യവിളകളാണ് ഉണ്ടാക്കി കൃഷി ചെയ്തിരുന്നത്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയും. കഷ്ടിച്ച് ജീവിക്കാൻ പറ്റിയ രൂപത്തിലെ ഭക്ഷ്യവിളകളാണ്. ആ ഭക്ഷ്യവിളകളുടെ സ്ഥാനത്ത് അവർ നാണ്യവിളകൾ ആരംഭിച്ചു. വലിയ പ്ലാന്റേഷൻസ് തുടങ്ങി. ആ പ്ലാന്റേഷൻസ് തുടങ്ങിയപ്പോഴാണ് ഈ വസൂരിയും
പിന്നെ മീസിൽസൊക്കെ അവിടെ കൊണ്ടുവന്ന് അവർ ലക്ഷക്കണക്കിന് കൊല്ലപ്പെട്ടു. അപ്പോഴേക്കും ജോലി ചെയ്യാൻ ആളില്ല. ജോലി ചെയ്യാൻ ആളില്ലെന്ന് വരുമ്പോഴാണ് അവർ നേരെ പിന്നെ ആഫ്രിക്കയിൽ നിന്ന് അവർ അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ കാരണം ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് ഇത്തരം രോഗങ്ങളൊക്കെ വന്നൊരു രോഗപ്രതിരോധ ശേഷി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടിമ വ്യാപാരം ഇതും തമ്മിൽ ബന്ധമുണ്ട്. ഇത് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ ആളുകളൊക്കെ മരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഓവർസിയർ പറയുന്നുണ്ട്. അത് വിഷമിക്കേണ്ട കാര്യമില്ല, പണ്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടികൾ എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യാം, നാടികളെ കൊണ്ടുവരാം. അപ്പോൾ ചോദിക്കുന്നു, ജോലി നടക്കാത്ത ദിവസം അന്നും ഉണ്ടായിട്ടില്ലേ? ഇല്ല, അതിന് കേശവൻപിള്ള ഇടവരുത്തത്തില്ല. എങ്ങനെ സാധിച്ചു? ഈ സൂക്കടിൻ്റെ ആരംഭം തുടങ്ങിയപ്പോഴേ ഞാൻ കുറേ പണവും കൊണ്ട് തിരുനെൽവേലിയിലേക്ക് പോയി അവിടെ ചെന്ന് കുറേ നാടുകളെ ഏർപ്പാട് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പഴയ വർഗ്ഗമെല്ലാം അവസാനിച്ചു. അപ്പോൾ അങ്ങനെ ഈ അടിമ വ്യാപാരത്തിൻ്റെതായ ഒരു സൂചന മറ്റൊരർത്ഥത്തിൽ ഇതിനകത്ത് ഈ നാടികളുടെ വരവോടുകൂടി കാണാൻ കഴിയും. അത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എനിക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് മുഴുവൻ കാണുന്നില്ല. തന്നെയല്ല, ഈ ചിലയിടത്ത് ഇപ്പം ലാറ്റിൻ അമേരിക്കയിലൊക്കെ ആളുകൾ മരിച്ചത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ചിലയിടത്ത് അറിയാമല്ലോ, അരാവാക്കുകൾ, ഇങ്കകൾ എന്നൊക്കെ പറയുന്ന പ്രാദേശിക ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജൈവ ആയുധമായിട്ടും ഈ രോഗാണുക്കളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിൽ പറയുന്നു ധാരാളം ഉദാഹരണങ്ങൾ. അതായത് ഈ പിന്നെ വസൂരി രോഗാണുക്കളുള്ള പുതപ്പുകൾ ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തിനിടെ മരിച്ചുകൊണ്ട് അവർക്ക് വസൂരി വന്ന് മരിക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. വംശഹത്യ, ജീനോസൈഡ്, അതുപോലെ ബയോളജിക്കൽ വാർഫെയർ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു സൂചന ഇതിനകത്ത് വളരെ രസകരമായിട്ട് പറയുന്നു. നമുക്ക് രസകരമെന്ന് പറയുന്നത് ശരിയല്ല, വളരെ ഇതാണ്. അതിനകത്ത് ഈ ഓവർസിയർ പറയുകയാണ്, അപ്പോഴേക്കും യൂണിയനൈസേഷൻ വന്നു, യൂണിയനെ തകർത്തു. എന്നാലും അവരെ പേടിപ്പിക്കുന്നുണ്ട്, യൂണിയൻ വന്നത് ശരിയായില്ല. ഞാൻ കുറേ നാളായിട്ട് ഓർത്തുകൊണ്ടിരിക്കും, ഇവരെ എല്ലാത്തിനെയും ഒന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞു. 10 കൊല്ലത്തിൽ കൂടാൻ പാടില്ല. തന്നെയുമല്ല, ഇപ്പോഴത്തെ കാലം യൂണിയൻ പൊട്ടിയെങ്കിലും ഇപ്പോഴും യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും യൂണിയൻ ഉണ്ടാക്കും. ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനും പാടാണ്, ഇതൊരവസരമാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ പ്രസിഡൻറ്റിനെ പക്ഷേ ഇതിൻ്റെ അവസാനം അയാൾ കുറച്ച് മനുഷ്യപ്പറ്റുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ ചോദിക്കും, എന്തിനാ? അല്ല, നമ്മൾ പിരിച്ചുവിട്ടെന്ന് വേണ്ട, അല്ല അവരും മനുഷ്യരല്ലേ, കുട്ടികളും കുഞ്ഞുങ്ങളും ഇല്ലേ കേശവൻപിള്ളേ? അത്ഭുതപ്പെടുന്ന പോലെ കേശവൻപിള്ള ചോദിച്ചു, ഇവരും മനുഷ്യരാണോ? കൊള്ളാം. ദിസ് എക്സാക്ട്ലി ഇതേ വികാരമായിരുന്നു യൂറോപ്യൻ പാശ്ചാത്യ അധിനിവേശ ശക്തികൾക്ക് ഈ പറയുന്ന പ്രാദേശിക ജനവിഭാഗങ്ങളുണ്ടായിരുന്നത്. ഇവരും മനുഷ്യരാണോ എന്നുള്ള ചോദ്യം തന്നെയും അതിൽ നിന്നാണ് ഈ വംശഹത്യയിലേക്കും അവരെ ജൈവായുധങ്ങൾ യുദ്ധങ്ങളിലേക്ക് പോയി നമുക്ക് കാണാൻ കഴിയും. അവസാനമായിട്ട് ഈ ഈ മഹാമാരികൾ ഈ ആത്മീയതയെ ഒരു ഭാഗത്തെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് ഈ പറയുന്ന രോഗങ്ങളുടെ വരവാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വാക്സിനുകൾ കണ്ടുപിടിക്കുന്നു, ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കുന്നു, നിരവധി അതുപോലെ തന്നെ രോഗകാരണത്തെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ പോയിട്ട് ജേം തിയറി ഓഫ് ഡിസീസ്, രോഗാണു സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെടുന്നു. ഇങ്ങനെ സമാന്തരമായി തന്നെ ശാസ്ത്രം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആത്മീയതയും ശക്തി പ്രാപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രത്യേകിച്ച് പ്ലേഗ് കാലത്ത്, പ്ലേഗിൻ്റെ വരവോടുകൂടിയാണ് ക്രിസ്തുമതം യൂറോപ്പിൽ ആ പ്രദേശങ്ങളിൽ ഉറപ്പിക്കുന്നത്. കാരണം ഒന്ന്, ക്രിസ്തുമത സങ്കല്പനങ്ങളുണ്ട്, മതപരമായ സങ്കല്പനങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ഒന്ന്, ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസം പകരാൻ ക്രിസ്തീയ മതവിശ്വാസികൾ ശ്രമിക്കുന്നുണ്ട്. അന്നുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യാധിപതികൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളാണ്. ക്രിസ്തുമതം പോലല്ല. അന്ന് ഈ അമ്പലങ്ങൾ എന്ന് പറയും, ടെമ്പിൾസിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി വന്നെങ്കിലായി. ക്രിസ്തു അങ്ങനെയല്ല, ഹീ ഹീൽഡ് ഇൻ ദ കമ്മ്യൂണിറ്റി. ക്രിസ്തു വാസ് എ ഗ്രേറ്റ് ഹീലർ. അപ്പോൾ ആ ഹീലിംഗ് കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ക്രിസ്തുമതത്തിനുള്ളിൽ ഈ പതിതരോടുള്ള ഒരു പ്രത്യേക സമീപനമുള്ളത്. അപ്പോൾ അവർ ആശ്വാസം പകർന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്, മരണശേഷമുള്ള സ്വർഗപ്രവേശം, മോശപ്രാപ്തി തുടങ്ങിയവ ജനങ്ങളുടെ ഒരു പ്രത്യാശയും നൽകി. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വായിക്കുമ്പം 2-ാം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കാലത്ത് ക്രിസ്തുമതം 1331 റോമൻ സാമ്രാജ്യത്തെ ഔപചാരികമായി ക്രിസ്തുമതത്തെ സ്വീകരിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളിലുണ്ടായ ആത്മീയ ബോധവും കൂടിയാണ് അതിന് നമുക്ക് കാണാൻ. ഇത് തന്നെ തോട്ടിയുടെ മകനിലും വരുന്നുണ്ട്. തോട്ടിയുടെ മകനിൽ അതിൽ വളരെ രസമാണ്. ജനങ്ങളുടെ സംഭ്രാന്തരായി ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കുലറൈസേഷൻ ഉണ്ടായെന്ന് വേണേൽ പറയാം. എല്ലാ മതവിശ്വാസങ്ങളിലും ആളുകൾക്കൊരു താല്പര്യം വരുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് ആപത്തൊഴിയുന്നതെന്ന് അറിഞ്ഞുകൂടാ, പുഷ്പാഞ്ജലി കൊണ്ടായിരിക്കാം,
കുർബാന കൊണ്ടായിരിക്കാം. അന്ധവിശ്വാസത്തിൽ മതങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പുഷ്പാഞ്ജലിയിൽ ക്രിസ്ത്യാനി വിശ്വസിച്ചു, കുർബാനയിൽ ഹിന്ദുവും, മുസ്ലിമിൻ്റെ റോഡിൽ കൂടിയുള്ള വേദം ചൊല്ലി കേൾക്കുമ്പോൾ അകത്തെ പേടിച്ച് കിടക്കുന്ന ഹിന്ദു ആശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആത്മീയ തലത്തിലുണ്ടായിട്ടുള്ള ഒരു കാര്യം കൂടി പറയും. ചുരുക്കത്തിൽ ഞാനത് ഈ കാര്യം അധികം വിശദീകരിക്കുന്നില്ല. ഈ തകഴിയുടെ തോട്ടിയുടെ മകൻ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആഷർ, ഇത് സ്കവഞ്ചേഴ്സ് സൺ എന്നുള്ള പേരിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയോടൊരു നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മുന്നോട്ട് വെക്കാണ്ട്, അത് ഈ പുസ്തകത്തിൻ്റെ ഇപ്പോഴത്തെ പരിഭാഷ ഒന്ന് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളടക്കമുള്ള നല്ലൊരു ആമുഖവും എഴുതി സാർവദേശീയ രംഗത്ത് അത് കൊണ്ടുവരണമെന്നുള്ളതാണ് ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ഈ മഹാമാരി കാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ വായന നിർബന്ധമായി നടത്തിയിരിക്കേണ്ടതാണ്. കാരണം പല രോഗങ്ങളുടെയും ഈ രോഗങ്ങൾക്ക് രണ്ട് വശമുണ്ടല്ലോ. ശാരീരികമായിട്ടുള്ളൊരു വശമുണ്ട്, അതിന് മാനസികവും ആത്മീയവും നൈതികവും ഒക്കെ ആയിട്ടുള്ളൊരു വശമുണ്ട്. രണ്ട് തലങ്ങളുണ്ട്. ശാരീരികേതരമായ ഓർഗാനിക് ആൻഡ് നോൺ ഓർഗാനിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. ഈ നോൺ ഓർഗാനിക് ആയിട്ടുള്ള രോഗത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സാഹിത്യകൃതികളെ ആശ്രയിക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്കൊരു ഉദാഹരണമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ദസ്തോവ്സ്കിയുടെ കൃതികളാണ്. നമുക്ക് അത്ഭുതം തോന്നും, ദസ്തോവ്സ്കിയുടെ പോലെ ഇത്രയധികം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യകാരനില്ല, അല്ലേ? അത് അത്ഭുതമാണ് കേട്ടോ. കാരണം നമ്മുടെ ഇവിടുത്തെ വായനക്കാരിൽ കൂടുതലും ഒരു ഇടതുപക്ഷ മനോഭാവം ഉള്ള ആളുകളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യവും ക്രിസ്തുവിൻ്റെ അണ്ണാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആളാണ്. ദൈവം ഇല്ലെങ്കിൽ ധാർമ്മിക ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയുകയും ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൂല്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് ദസ്തോവ്സ്കി. അദ്ദേഹത്തിൻ്റെ ദ ഡെവിൾസ് അല്ലെങ്കിൽ ദ പൊസസ്ഡ് എന്നുള്ള നോവലിനകത്ത് അന്ന് റഷ്യയിൽ ഉയർന്നു വന്ന പുരോഗമന ചിന്താഗതികളെയൊക്കെ പ്രേതങ്ങളായി, ഡെവിൾസായിട്ട്, പിശാചുക്കളായിട്ട് വിശേഷിപ്പിച്ച് അതിനെ പന്നികളുടെ ശരീരത്തിലേക്ക് ആവഹിച്ച് മുക്കിക്കൊല്ലുന്നതായിട്ടാണ് ആ നോവൽ അവസാനിക്കുന്നത് തന്നെ. ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ എന്നിട്ടും മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. എന്ന് തന്നെ അടുത്ത കാലത്ത് തന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഇത് നിങ്ങൾക്ക് അവിടെ പുസ്തക പ്രദർശനം പല ബുക്ക് സ്റ്റോളിൽ ചെന്നാൽ കാണാം. അതേ കുറ്റവും ശിക്ഷയും, കാരമസവും സഹോദരന്മാർ, ഇതെല്ലാം വീണ്ടും വീണ്ടും തർജ്ജമ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പല ചെറിയ പ്രസാധകരും. ഞാൻ അത്ഭുതപ്പെട്ടു, എത്ര തർജ്ജമയുണ്ടെന്നറിയോ. കാരമസോ സഹോദരന്മാർക്കും അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്രൈം ആൻഡ് പണിഷ്മെൻ്റാണ്. കുറ്റവും ശിക്ഷ, ഇവൻ നിന്ദിതരും പീഡിതരും, ഇടിയേറ്റ് തുടങ്ങിയ കൃതികളുടെ എല്ലാം പുതിയ പുതിയ തർജ്ജമകൾ വന്നുകൊണ്ടിരിക്കുക മലയാളത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ്റെ പുസ്തകം അല്ലേ, അത് ഏറ്റവും അധികം എഡിഷൻ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഡോസ്റ്റോവ്സ്കിയെക്കുറിച്ചുള്ള. പക്ഷേ ഡോസ്റ്റോവ്സ്കിയുടെ ഒരു കാര്യം പലതലത്തിൽ ഇപ്പം അതിൻ്റെ വൈദ്യശാസ്ത്ര പഠനങ്ങൾ ഡോസ്റ്റോവ്സ്കിയെക്കുറിച്ച് നടക്കുന്നു. ഒന്ന് സൂയിസൈഡ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദസ്തോവ്സ്കിയുടെ കൃതികളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് മാനസിക രോഗങ്ങൾ. പലർക്കും ഏറ്റവും പ്രധാനമായിട്ടും ഡോസ്റ്റോവ്സ്കിക്ക് തന്നെ ഒരു അപസ്മാരം ഉണ്ടായിരുന്നു. അത്യപൂർവമായി കാണപ്പെടുന്ന ഒരു തരം അപസ്മാരമാണ്. കാരണം അപസ്മാരം തുടങ്ങുന്നതിന് മുമ്പേ ചില സൂചനകൾ കിട്ടും. ഇദ്ദേഹത്തിന് കിട്ടുന്ന സൂചനകളെന്നാൽ വലിയൊരു ആനന്ദമാണ്, എക്സ്റ്റസി. ഈ ലോകത്തോട് തന്നെ ഐക്യപ്പെടുന്ന പോലെ തോന്നും. ഏതാനും സെക്കൻഡുകൾ അതിനുശേഷമാണ് അപസ്മാരം, കൈകാലുകളൊക്കെ കൊച്ചു വലിക്കുന്ന അപസ്മാരം ദസ്തോവ്സ്കിക്ക് വരുന്നത്. അപ്പോൾ ഈ അതിനെ വൈദ്യശാസ്ത്രത്തിലെ ഇതിനെ എക്സ്റ്റേറ്റിക് എപ്പിലെപ്സി എന്നാണ് പറയുന്നത്. എക്സ്റ്റസി ആസ് ആൻ ഓറ തുടക്കത്തിൽ. അത് ഏതാണ്ട് ഒരു 2 ഡസൻ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ വൈദ്യശാസ്ത്രം. അതിന് ഡോസ്റ്റോവ്സ്കിൻ എപ്പിലെപ്സി എന്നാണ് വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ തന്നെ പറയുന്നത്. അപ്പോൾ അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ തൻ്റെ കഥാപാത്രങ്ങൾക്ക് ദോസ്റ്റോവ്സ്കി നൽകിയെന്നാണ് അദ്ദേഹത്തിൻ്റെ നിരൂപകർ പറഞ്ഞിട്ടുള്ളത്. 4 കഥാപാത്രങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഡിയറ്റിലെ പ്രിൻസ് മിഷ്കിനാണ്. പ്രിൻസ് മിഷ്കിനെ ക്രിസ്തുവിന് തുല്യമായിട്ടുള്ള നിഷ്കളങ്കനായ ഒരു കഥാപാത്രമായി സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളാണ് ദോസ്റ്റോവ്സ്കി. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് പ്രിൻസ് മിഷ്കിനാണ്. പ്രിൻസ് മിഷ്കിൻ വാസ് ആൻ എപ്പിലെപ്റ്റിക്. അതിലൊരു രംഗത്ത് അത് വിശദമായിട്ട് പറയുന്നുണ്ട് ഒരു അധ്യായത്തിൽ. രണ്ടാമത്തേത് നെല്ലി, ഇൻസൾട്ടർ ആൻഡ് ഇഞ്ചുറിലെ നെർലി, അതുപോലെ കാരമസോ പ്രദേശത്തിലെ സ്മർഡിക്കോവ്, പിന്നെ പൊസസിനകത്തുള്ള കിറിലോ. ഈ 4 കഥാപാത്രങ്ങൾക്കും എപ്പിലെപ്സി ഉണ്ടെന്ന് കാണാം. അപ്പോൾ ഈ ഡോസ്റ്റോവ്സ്കിൻ എപ്പിലെപ്സി ഈ ഡോസ്റ്റോവ്സ്കിയെ വായിക്കേണ്ടത് മിനിമം ന്യൂറോ സയൻസസ് പ്രാക്ടീസ് ചെയ്യുന്നവരെങ്കിലും അടിയന്തരമായി ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. തന്നെയുമല്ല, ഈ നോവലിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ഡോസ്റ്റോവ്സ്കി വായിക്കുക അത്ര എളുപ്പമല്ല. വളരെ വല്ലാത്ത രീതിയിലാണ് ഈ അധ്യായങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ഒരു എപ്പിലെപ്റ്റിക് രോഗിയുടെ അപ്രവചനീയമായ ജീവിതവുമായിട്ട് അതിനൊരു ബന്ധമുണ്ടെന്നാണ്. നിങ്ങളിപ്പോൾ EEG റെക്കോർഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. കാരണം ആദ്യം ഒരു രംഗത്തേക്ക് നിങ്ങൾക്കറിയാം, പ്രിൻസ് മിഷ്കിന് എപ്പിലെപ്സി വരുന്ന ആ രംഗം നിങ്ങൾ നോക്കുക. ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ
വലിയ പാർട്ടി നടക്കുകയാണ്, അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ചില സൂചനകൾ കിട്ടുന്നു, അയാളുടെ കൈ കൊണ്ടൊരു പാത്രം താഴെ വീണ് പൊട്ടുന്നു. അതാണ് പ്രീ ഇക്ടൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു സൂചന കിട്ടും. ഇപ്പോൾ ഈ പറയുന്ന പോലെ എക്സ്റ്റസി എന്ന് പറയുന്ന പോലെ. അതിനുശേഷം ഇയാൾക്ക് രോഗം വരുന്നു, പിന്നെ ശാന്തമാകുന്നു. ഇങ്ങനെ ഒരു EG റെക്കോർഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതുപോലാണ് ഈ അധ്യായങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ഡോസ്റ്റോവസ്കി എന്ന് കാണാൻ കഴിയും. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകൂ. ഇപ്പോൾ നിങ്ങൾ ഇനി തിരിച്ച് ചെന്ന് ഏതെങ്കിലും അധ്യായം എടുത്ത് ഞാൻ ഈ പറഞ്ഞു വെച്ചൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനമായിട്ട് ഈ ധാരാളം ഡോക്ടർമാരെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ചും, അത് മറ്റുള്ളവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം മാനസിക രോഗങ്ങളെ പ്രത്യേകിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടി സാഹിത്യത്തെ ആശ്രയിക്കുന്നുണ്ട് വൈദ്യലോകം. ഉദാഹരണത്തിന് ഒതല്ലോ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാനസിക രോഗമുണ്ട്. ഒതല്ലോ വായിക്കാത്ത ഒരാൾക്ക് അത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്കറിയാം ഒതല്ലോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെല്യൂഷണൽ ജലസി. അറിയാലോ, ഒതല്ലോ അമൂർ അദ്ദേഹത്തിൻ്റെ ഡെസ്ഡിമോണായുമായിട്ട് തെറ്റിക്കുന്നതിന് വേണ്ടി ഇയാഗോ നടത്തുന്ന ശ്രമം ഒരു കാരണവുമില്ലാതെ ഒരു സംശയം അയാളിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ യാതൊരു ന്യായീകരണവുമില്ലാത്ത സംശയരോഗം ഉണ്ടാക്കുന്നതിനാണ് ഒതല്ലോ സിൻഡ്രോം എന്ന് വിശേഷിക്കപ്പെടുന്നത്. ഒതല്ലോ വായിക്കാത്ത ഒരു ഡോക്ടർക്ക് അത് ഒതല്ലോ സിൻഡ്രോം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നാണ് പീറ്റർ പാൻ സിൻഡ്രോം. പീറ്റർ പാൻ വളരെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ്. സ്കോട്ടിഷ് നോവലിസ്റ്റ് എൻ്റെ ഭാര്യയുടെ ഒരു സാങ്കല്പിക കഥാപാത്രം. അതായത് ഒരിക്കലും വളരാത്ത സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു കുസൃതിയുള്ള ഒരു ആൺകുട്ടിയാണ് ഈ പീറ്റർ പാൻ. അപ്പോൾ പീറ്റർ പാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പക്വതയില്ലാത്ത ഒരു മുതിർന്ന വ്യക്തിയെ, അങ്ങനെ ചില മാനസിക രോഗങ്ങളുണ്ട്. നിങ്ങൾ ശാരീരികമായി വളരുന്നു പക്ഷേ മാനസികമായി വളരുന്നില്ല. അങ്ങനെയുള്ള ഡിസീസ് സിൻഡ്രോംസിനെ പീറ്റർ പാൻ സിൻഡ്രോം എന്നാണ് അവർ. അതുകൊണ്ട് പിന്നെ അത് പഠിക്കുന്നവർ അത് വായിക്കുന്നതാണ്. മറ്റൊന്നാണ് സിൻഡ്രല്ല സിൻഡ്രോം. സിൻഡ്രല്ല നിങ്ങൾക്കറിയാമല്ലോ. സിൻഡ്രല്ല എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മയുടെ പീഡനത്തിനിരയായ ഒരു കഥാപാത്രമാണ്. ചാൾസ് ഫറോൾട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലിലുള്ള കഥാപാത്രമാണ്. അതായത് അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ്. മറ്റൊരാൾ രക്ഷിക്കപ്പെടാനോ പരിപാലിക്കപ്പെടാനോ ഉള്ള അഗാധമായ ആഗ്രഹമുള്ള ആളുകൾ, വിത്തൗട്ട് റീസൺ. ആക്ച്വലി മാനസിക രോഗം വരും, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെയുള്ള പിന്നെ ഒരു നിസ്സഹായത തോന്നിക്കുന്ന മാനസിക രോഗങ്ങൾക്കാണ് സിൻഡ്രല്ല സിൻഡ്രോം എന്നവർ പേരിട്ടു. മറ്റൊന്ന് പിക്വിക്കിയൻ സിൻഡ്രോമാണ്. നിങ്ങൾക്കറിയാമല്ലോ പിക്വിക്കിനെ കുറിച്ചുള്ള ചാൾസ് ഡിക്കൻസ് അങ്ങനെ ഒരു നോവൽ എഴുതി നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം അതൊരു ഹാസ്യ നോവലാണ്. നിങ്ങൾ വായിച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെടും. ഈ പിന്നെ ടെയിൽ ഓഫ് ടു സിറ്റീസും ഒക്കെ എഴുതിയ ഒരാൾ ഈ പിക്വിക്കിയൻ നോവൽ എഴുതിയെന്നുള്ള അത്ഭുതപ്പെടും. ആ പിക്വിക്കിൻ്റെ ഒരു പ്രത്യേകത ഈ അമിത വണ്ണവും ഉറക്കവും നിരന്തരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ട്, ഉറക്കക്കുറവുള്ള ഒരാളായിട്ടാണ്. ഇനി ഒബീസിറ്റി ഹൈപ്പർ വെന്റിലേഷൻ സിൻഡ്രോം എന്നും ഉണ്ട് വൈദ്യശാസ്ത്രത്തിലൊരു രോഗാവസ്ഥയുണ്ട്. അതിൻ്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ് ഈ പിക്വിക്ക്, ഈ ക്യാരക്ടർ. അതുകൊണ്ട് അതിനെ പിക്വിക്കിയൻ സിൻഡ്രോം എന്നവർ പേരിട്ട്. അവസാനമായിട്ട് വളരെ രസകരമായിട്ടൊരു സിൻഡ്രോമാണ് ഡോറിയൻ ഗ്രേ സിൻഡ്രോം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഓസ്കർ വൈൽഡ്. ഓസ്കർ വൈൽഡിൻ്റെ ഡോറിയൻ ഗ്രേ നിങ്ങളെല്ലാം ആവർത്തിച്ച് വായിച്ച് കാണുമെന്ന് എനിക്കറിയാം. അതൊരിക്കലും പ്രായമാകാത്ത എപ്പോഴും ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനകത്തെ ഡോറിയൻ ഗ്രേ എന്ന് പറയുന്ന നായകൻ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായമാകുമോ എന്ന ഭയവും ഉള്ള ആളുകളെ വിവരിക്കാനാണ് അതായത് പിന്നെ ഈ ഡോറിയൻ ഗ്രേ സിൻഡ്രോം എന്ന ഒരു സിൻഡ്രോം പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് 10 മിനിറ്റ് കൂടെ ഉള്ളതെന്നാണ് ഇതിനകത്ത് കാണുന്നത്. നമുക്കൊന്ന് ചർച്ച ചെയ്യാനും കൂടി ഉണ്ട്. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പല തലങ്ങളിൽ, ഞാനത് മുഴുവൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, ഈ നോവലുകൾ വായിക്കുന്നതിനൊക്കെ. ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് ഇവിടെ. അവസാനമായിട്ട് എനിക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 2 കാര്യങ്ങൾ പറയാനുണ്ട്. നിർബന്ധമായും വായിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് വായിക്കണമെന്ന് എനിക്കുള്ളത്. ഒന്ന് ഓർഹാൻ പാമുക്കിൻ്റെ നൈറ്റ്സ് ഓഫ് പ്ലേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അത് ബിറ്റ്വീൻ ടു കിങ്ഡംസ് എന്നുള്ള സുലേഖായുടെ പുസ്തകം. പിന്നെ സാഹിത്യ അക്കാദമിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊന്ന് പുനഃപ്രസിദ്ധീകരിച്ച് ഇംഗ്ലീഷ് എഡിഷൻ ഒന്നുകൂടെ റീഡ് ചെയ്ത്, ആഷർ നേരത്തെ എഴുതിയതായിരിക്കും, ഒന്നുകൂടെ റീഡ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് പരിഷ്കരിച്ച ആ ഒരു ഇംഗ്ലീഷ് പതിപ്പും അതിനൊരു സമഗ്രമായ, ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് പറയാനേ പറ്റൂ, എഴുതാൻ കഴിവുള്ള എഴുത്തുകാരുണ്ട്. ഇപ്പോൾ നാളെ ആണെങ്കിൽ ഡോക്ടർ മീനാപ്പിള്ളയൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവാണ്. അങ്ങനെയുള്ള ആൾക്കൊരു ആമുഖം കൂടെ എഴുതി, ദിസ് ഈസ് എ വേൾഡ് ക്ലാസിക് ഇൻ പാൻഡമിക് ലിറ്ററേച്ചർ, ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട്. മലയാളി ആയതുകൊണ്ട് പറയല്ല, നമ്മൾ സ്വയം പുകഴ്ത്തുന്നതിൽ വളരെ പ്രസിദ്ധരാണല്ലോ, അത് അങ്ങനെ പറയല്ല. തോട്ടിയുടെ മകൻ പുനഃപ്രസിദ്ധീകരിക്കണമെന്നാണ് എൻ്റെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 9:46 കാണിക്കുന്നു.
അവിടെ പിറകിൽ ഒരാൾ ചുവപ്പ്. ഇങ്ങ് കയറിപ്പോരെ കേട്ടോ, ഇങ്ങ് പോരെ, അതായിരിക്കും നല്ലത്. ഇങ്ങ് കയറി വരുന്നതായിരിക്കും നല്ലത്. ഒന്നാതെ ഇത്ര അകലെ ഇടുമ്പോഴേ നമുക്ക് ഈ ഐ കോണ്ടാക്റ്റ് കിട്ടുന്നില്ല കുറച്ച് കേട്ടോ. കാമുമ്പായി, അടുത്ത തവണ തൊട്ട് കുറച്ചുകൂടെ മുമ്പോട്ട്. ഹലോ സാർ, ഞാനൊരു കാര്യം ചോദിക്കാനാണ്. സാറിൻ്റെ സ്പീച്ചിൽ രോഗങ്ങൾ അതുപോലെ പാൻഡമിക് ഡിസീസ് ലോക സാഹിത്യത്തിൽ അത് വിവരിച്ചതും അതിനോട് ഓതേഴ്സ് അതെങ്ങനെയാണ് അത് സമൂഹവും മനുഷ്യനും ഒക്കെ ആയിട്ട് മനുഷ്യൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് പ്രതിഭാപൂർണമായിട്ട് വിശദീകരിച്ച കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, രോഗവും സാഹിത്യവും എന്നുള്ള ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ തന്നെ രോഗഗ്രസ്തരായ സാഹിത്യകാരന്മാർ അതേ അവസ്ഥയിൽ എഴുതിയ കൃതികളുണ്ടല്ലോ. ഉദാഹരണം ഇപ്പോൾ കാഫ്കയുടെ മെറ്റാമോർഫസിസ്. തന്നെ അതെ, മെറ്റാമോർഫസിസ് എഴുതുമ്പോൾ കാഫ്ക ക്ഷയരോഗബാധിതനായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ പാടുന്ന പിശാച്, ആ സമയത്ത് അദ്ദേഹവും സെയിം രോഗത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നീഷെ മെൻ്റൽ ഡിസോർഡർ ആയിരുന്ന കാലത്ത് എഴുതിയിട്ടുള്ള കൃതികളുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് മെൻ്റൽ ഡിസോർഡർക്കായിട്ടുള്ള ഡിസീസുള്ള ഒരുപാട് എഴുത്തുകാർ, പ്രത്യേകിച്ച് കവികളുണ്ട്, ബൈപ്പോളാർ പോലെയൊക്കെ ഉള്ളത്. പക്ഷേ ഇതൊക്കെ അവരുടെ ഒരു രചനകളെ രീതിയിലാണ്. ഞാൻ മനസ്സിലായി ചോദ്യം മനസ്സിലായി. ഞാൻ പറയട്ടെ, സമയക്കുറവ്. താങ്ക് യു. ഒന്ന് രണ്ട് രീതിയിൽ ഇതിനെ നോക്കാം. ഒന്ന്, ഈ രോഗാവസ്ഥ കൊണ്ട് അവർ സാഹിത്യകാരന്മാരാകുമെന്നുള്ള പ്രതിഭകളും രോഗാവസ്ഥയും നമ്മൾ നടത്താം. അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രോഗാവസ്ഥയും അവരുടെ സർഗാത്മകതയും, കേട്ടോ കേൾക്കുന്നുണ്ടോ സുഹൃത്തെ, ആ സർഗാത്മകതയും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെന്നാണ് പൊതുവെ. സർഗാത്മകതയ്ക്ക് രോഗാവസ്ഥ ഒരു കാരണമാകുന്നില്ല. തിരിച്ച് രോഗം അവരുടെ സർഗാത്മകതയെ ബാധിക്കണമെന്നുമില്ല. ഈ രീതിയിലാണ് ഇന്നെത്തിയിട്ടുള്ള ഒരു നിഗമനം. രണ്ടാമത്, പക്ഷേ അതേ അവസരത്തിൽ സാഹിത്യകാരന്മാർക്കുള്ള രോഗങ്ങൾ അവർ സാഹിത്യകൃതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ദസ്തയേവ്സ്കിയുടെ ആനന്ദാവസ്മാരം. അദ്ദേഹം 4 കഥാപാത്രങ്ങൾ ആവുകയ്ക്കുന്നുണ്ട്. മറ്റൊന്ന് ആലീസിൻ്റെ അത്ഭുത രോഗം തന്നെയാണ്. ആലീസിൻ്റെ അത്ഭുത രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം പൊക്കം കൂടുക, തൂക്കം കുറയുക, ഈ ഡിസ്റ്റൻസ്, ഇതിനെ സംബന്ധിച്ചുള്ള നേത്ര ഭ്രമങ്ങളാണ്. ഈ എന്താണ് പറയുന്നത്, കാഴ്ചയിൽ വരുന്ന കാഴ്ചാഭ്രമങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഈ കാഴ്ചാഭ്രമങ്ങൾ മൈഗ്രെയിൻ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. ഐ ആം എ മൈഗ്രെയിൻ പേഷ്യൻറ്റ്, ക്ലാസിക്കൽ മൈഗ്രെയിൻ പേഷ്യൻറ്റ്. എനിക്കത് കിട്ടാറില്ല. എൻ്റെ കണ്ണിന് മുമ്പിൽ വരുന്ന ചില പിന്നെ മറ്റൊരു രീതിയിലുള്ള ചില രീതികളാണ്. എനിക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് വാക്കുകൾ കാണാതെ വരും, സ്കോട്ടോമ എന്ന് പറയും. അങ്ങനെയുള്ള രോഗലക്ഷണമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ രീതിയിലുള്ള നേത്ര ഭ്രമ വ്യതിയാനങ്ങൾ സംഭവിക്കാം, മെറ്റാമോർഫോസിയ എന്ന് പറയും. അതാണ് സത്യത്തിൽ ഈ ആലീസിൻ്റെ അത്ഭുത രോഗം എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അങ്ങേർക്ക് തന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ആരോപിച്ചു എന്നും ഇന്ന് പറയുന്നുണ്ട്. ഈ 2 രൂപത്തിലാണ് അത് പറയുന്നത്. പക്ഷേ മാനസിക രോഗം സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നു, സർഗാത്മകതയുള്ളവർക്ക് രോഗമുണ്ടായിരിക്കുമെന്നോ എന്നുള്ള സിദ്ധാന്തത്തിന് നിരവധി പഠനങ്ങൾ നടത്തിയിട്ട് അതിന് ന്യായീകരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. സത്യത്തിൽ ഈ അപ്പൻ സാറൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ ചങ്ങമ്പുഴയുടെ കാര്യമൊക്കെ പറയുന്നത് അത് സൂസൻ സോണ്ടാഗിൻ്റെ ഏർലിയർ റൈറ്റിങ്ങിലാണ്. അത് സൂസൻ സോണ്ടാഗിൻ്റെ അന്നത്തെ റൈറ്റിങ്ങിൽ ഇന്ന് അതിന് വലിയ പ്രസക്തിയില്ല. സോണ്ടാഗ് എന്ന് വളരെ നാൾ മുമ്പ് എഴുതിയ പുസ്തകം. ഇപ്പോൾ ഡോക്ടർ രാജശേഖരൻ നായർ സാറിനെ പോലെ ആളുകൾ വിശദമായിട്ട് ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. സാറിൻ്റെ തന്നെ ഏറ്റവും അവസാനം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ വിഷയം തന്നെ ഇതാണ്. അതൊന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയും, ഡോക്ടർമാരെ കുറിച്ച് പറയുമ്പോൾ എപ്പാർട്ട് ഫ്രം രോഗത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ക്ലിനിക്കൽ ഡയഗ്നോസിസിന് വേണ്ടി വരുന്ന ഒരു സ്കില്ലുണ്ടല്ലോ, രോഗനിർണയത്തിന് വേണ്ടി വരുന്ന ഡിഡക്റ്റീവ് ലോജിക് എന്ന് പറയും. ആ ഒരു കാരണം നമ്മളിതൊക്കെ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റു കാര്യങ്ങൾ, അതല്ലാതെ ഡയഗ്നോസിസ് തന്നെ അതിനുള്ള ഒരു സ്കില്ല് ആർജിക്കാൻ ഉള്ള കഴിവ് ഷെർലോക്ക് ഹോംസ് പുസ്തകങ്ങൾ വായിക്കുന്ന വഴി ലഭിക്കുമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു ധാരാളം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഷെർലോക്ക് ഹോംസ് എഴുതി തന്നെ ആർതർ കോനൻ ഡോയിൽ ഡോക്ടറായിരുന്നു. ഷെർലോക്ക് ഹോംസിനെ അദ്ദേഹം മോഡൽ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ജോസഫ് ബെൽ എന്നുമുണ്ട് അധ്യാപകനുണ്ട്. ഈ ജോസഫ് ബെല്ല് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ്റെ ഒരു പ്രത്യേകത, പുള്ളി മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ രോഗികൾ കയറി വരുമ്പം വിദ്യാർത്ഥികളോട് പറയും, നിങ്ങൾ അയാളോടൊന്നും ചോദിക്കരുത്, ലുക്ക് അറ്റ് ദം. അവരുടെ ശരീരഭാഷയിൽ നിന്നും അവരുടെ നടപ്പിൽ നിന്നും നിങ്ങൾ അവരെവിടുന്ന് വരുന്നു, അവരുടെ രോഗം എന്തായിരിക്കാമെന്ന് നിർണ്ണയം നടത്താൻ നോക്കാൻ പറയും. അങ്ങനെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച അതുകൊണ്ട് ഈ ഒബ്സർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒബ്സർവേഷൻ ആൻഡ് ഡിഡക്റ്റീവ് ലോജിക്, അതാണ് സത്യം പറഞ്ഞാൽ ഷെർലോക്ക് ഹോംസിൻ്റെ മെത്തഡോളജി പല കാര്യങ്ങളും. കാരണം ഈ നരേറ്റീവ്, ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നരേറ്റീവ്സ് ആണല്ലോ.
സത്യത്തിൽ ഡോക്ടർമാരും അതാ നേരിടുന്നത്. നമുക്ക് നെറേറ്റീവ്സാണ്. രോഗി വന്ന് രോഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാം. അതിൽ പ്രധാനപ്പെട്ട ഏതാണ് അല്ലാത്ത ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. ഇപ്പം ഞാൻ തന്നെ 3 സ്ഥലത്ത് ജോലി നോക്കിയതാണ്. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്. ഇവിടെ 3 സ്ഥലത്ത് ഒരേ രോഗലക്ഷണങ്ങളാണ് രോഗികൾ പറയുന്നെങ്കിലും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും പറയുന്നത്. ഉദാഹരണത്തിന് തലവേദന എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നാൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ താമസിച്ചതിന് കാരണമാകാനുള്ള വളരെ സാധ്യതയുണ്ട് എന്ന് വേണേൽ നിഗമനത്തിലെത്താം. അല്ലെങ്കിൽ കോട്ടയത്താണ് റബ്ബർ വിലയിടിവായിരിക്കും അതിന് കാരണം. അല്ലെ കോഴിക്കോട് ഒരു വനിത വരുമ്പോൾ അവരുടെ ഭർത്താവ്, ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ ഇതിന് കുറച്ച് കാര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഷെർലോക്ക് ഹോംസ്, അത് ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഷെർലോക്ക് ഹോംസ് പറയും ദ ട്രിഫിൾസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. വളരെ ചെറിയ ചില സംഭവങ്ങൾ ഷെർലോക്ക് ഹോംസ് ഡയഗ്നോസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു വീട്ടിലൊരു കൊലപാതകം നടക്കുന്നു. പക്ഷേ അവിടെ വെളിയിൽ നിന്ന് ആരോ വന്നാണ് കൊല്ലുന്നത്. പക്ഷേ പട്ടി കുരച്ചില്ല. ദ ഡോഗ് ഡിഡ് നോട്ട് ബാർക്ക്. അതിൽ നിന്നാണ് അയാൾ ആരാ കൊന്നെന്ന് കണ്ടുപിടിക്കും. പട്ടി കുരച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പട്ടിക്ക് പരിചയമുള്ള ഒരാൾ അവിടെ വന്നെന്നാണ്. അപ്പോൾ അവിടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ആരോ വന്നെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ദ ഡോഗ് ഡിഡ് നോട്ട് ബാർക്ക്. പിന്നെ അദ്ദേഹം വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അടുത്ത കാലത്ത് നീപ്പ ഡയഗ്നോസ് ചെയ്ത് അങ്ങനെയാണ്. വെൻ യു എക്സ്ക്ലൂഡ് എവറിത്തിങ് ഇമ്പോസിബിൾ, വാട്ട് എവർ റിമെയിൻസ് ഹൗഎവർ ഇംപ്രോബബിൾ ഈസ് ദ റൈറ്റ് തിങ്. നിങ്ങളെ എത്ര അസ്വാഭാവികമായ കാര്യങ്ങളെല്ലാം നിങ്ങളങ്ങോട്ട് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവശേഷിക്കുന്ന എത്ര അസാധ്യമായ കാര്യമാണ് അത് ശരിയാകാനാണ് സാധ്യത. നീപ്പയുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. നീപ്പ രോഗം വന്നു കഴിഞ്ഞപ്പോൾ അനൂപും അവരൊക്കെ ആ രോഗികളെ ചികിത്സിച്ചപ്പോൾ ഒരു പിന്നെ ശ്വാസകോശ രോഗമായിട്ടാണ് വരുന്നത്. ശ്വാസകോശ ഒത്തിരി രോഗങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. നമ്മുടെ സാധാരണ കോമൺ കോൾഡ് മുതൽ പിന്നെ സാധാരണ വൈറൽ ഫ്ലൂ തൊട്ട് എല്ലാത്തിനും ഈ റെസ്പിറേറ്ററി ഡിസീസ് വരുന്നുണ്ട്. ഈ കോവിഡിനുണ്ടല്ലോ. പക്ഷേ ദർ വാസ് സംതിങ് ഡിഫറെൻറ്റ് ഹിയർ. സോ ദേ എക്സ്ക്ലൂഡഡ് വൺ ബൈ വൺ. എല്ലാം വെട്ടി വന്നപ്പോൾ അവസാനം നീപ്പ വന്നു. നീപ്പാണ് ഇവിടെ ഒന്നും വന്നിട്ടില്ലല്ലോ. അന്ന് ഓസ്ട്രേലിയ പിന്നെ വന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ, മലേഷ്യയിൽ. അതുകൊണ്ട് അവർ ഇവിടുന്ന് രോഗിയുടെ സ്രവങ്ങൾ ഒരാളുടെ കയ്യിൽ ബസ്സിൽ കൊടുത്തയക്കുകയായിരുന്നു. ആലോചിക്കണം. പിന്നെ പരിശോധനയ്ക്ക് വേണ്ടി അടുത്ത സംസ്ഥാനത്തേക്ക്. നമ്മളിവിടെ പരിശോധനയില്ല. അങ്ങനെയാണ് നീപ്പ കണ്ടെത്തുന്നത്. സോ വാട്ട് ദേ ഡിഡ് വാസ് എക്സാക്ട്ലി വാട്ട് പിന്നെ ഷെർലോക്ക് ഹോംസ് വാസ് ഡൂയിങ്. അപ്പോൾ ഷെർലോക്ക് ഹോംസ് വായിക്കുന്നത് നിങ്ങളുടെ ക്ലിനിക്കൽ സ്കില്ലിനെയും വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ആ രീതിയിൽ ഡോക്ടർമാർ ഈ സാഹിത്യകൃതികൾ വായിക്കുന്നത് പ്രത്യേകിച്ചും മറ്റുള്ളവർക്കും ചെയ്യാൻ കേട്ടോ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ചെയ്യാവുന്നതാണ്.